ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 3 ഫ്ലേവറിലുള്ള ഒരു ടീ കേക്ക് റെഡിയാക്കി എടുക്കാം. ചോക്ലേറ്റ്, വാനില, ഓറഞ്ച് എന്നീ ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഈ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 കപ്പ് പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. 2 കപ്പ് എന്ന് പറയുമ്പോൾ 240 ഗ്രാമാണ്. ഇനി മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ടീ കേക്കിലേക്ക് സാധാരണ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല. അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ മൈദ നമ്മൾ സാധാരണ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണ്ട. ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 100 ഗ്രാം ബട്ടർ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ ഏകദേശം ഒരു 1 മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 240 ഗ്രാം പഞ്ചസാര അളന്നിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ 240 ഗ്രാം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 200 ഗ്രാം ഇട്ടാലും മതി. ഇപ്പോൾ അത് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ചേർത്താൽ ആകെ പറന്നിട്ട് എല്ലായിടത്തോട്ടും ആവും. അപ്പോൾ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ബീറ്റർ ഓൺ ചെയ്താൽ മതി. ഇനി ഈ കൂട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആയിട്ട് നല്ല വൈറ്റ് കളറിൽ കിട്ടണം. അതുവരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ബീറ്റർ ഓഫ് ആക്കിയിട്ട് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് സൈഡിലൊക്കെ ഉള്ളത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരു 5 മിനിറ്റും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിനി ഈ കൂട്ടിലേക്ക് ഓരോ മുട്ടയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആകെ 2 മുട്ടയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട ചേർത്തിട്ട് ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട, മാക്സിമം 1 മിനിറ്റ് വരെയൊക്കെ ബീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതൊരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിയുമ്പോൾ ബാറ്റർ തിക്കായിട്ട് വരും. അപ്പോൾ അതൊന്ന് ലൂസാവാനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് പാല് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൈദയുടെ കൂട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറേ നേരം ബീറ്റർ വെച്ചിട്ട് ഓൺ ആക്കണ്ട, ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ ബാറ്റർ ഇനി നമുക്ക് 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. വേറെ 2 പാത്രങ്ങളിലോട്ട് ആക്കിയിട്ട് കുറേശ്ശെ എടുത്തിട്ട് മാറ്റി വെക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസും ഓറഞ്ചിൻ്റെ പീലും ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ടിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവർ കൊടുക്കണം. ഈ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പോർഷനിലോട്ട് ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അരിച്ചിട്ട് വേണം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി വെച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ പീല് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ട്. 2 തുള്ളി ഓറഞ്ചിൻ്റെ കളറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 ഫ്ലേവറിലുള്ള ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ടിന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സൈഡിലൊക്കെ മൈദപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കണം. അതിൻ്റെ മീതേക്ക് നമുക്ക് വാനില ഫ്ലേവറിലുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയറും ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 3 ഫ്ലേവറിലുള്ള ബാറ്ററും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ഒരു 165 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ടീ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് ഓരോരോ പീസായിട്ട് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത്തിരി സോഫ്റ്റ്നെസ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ആഡ് ചെയ്തിട്ട് സോഫ്റ്റ് ആക്കി കൊടുക്കാം. ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല. ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടിന്നിലോ അടച്ച് വെച്ചാൽ അത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നോളും. പിന്നെ നമ്മൾ ഈ ടീ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലോട്ടൊന്നും വെച്ചേക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര ഹാർഡായിട്ട് പോവും. ക്രീം കേക്ക് മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ടീ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു ടിന്നിലാക്കിയിട്ട് അടച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കേക്കിന് ശരിക്കും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന ടീ കേക്കിൻ്റെ പോലെ തന്നെയുള്ള ടേസ്റ്റും ടെക്സ്ചറൊക്കെയാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കൂ. എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ.